ഞാനേറ്റം വളർന്നിടുമ്പോ കണ്ണൂനീർ വാർത്താവാനൻ ആരും നടത്തിത്തരും നിന്മനമിളകാനേ നിന്മനം പകരാനേ നിന്നോട് കൂടെയെന്നും അന്ത്യം വരെ നിന്നോട് കൂടെയെന്നും അന്ത്യം വരെ. കർത്താവേ സ്തോത്രം. പരിശുദ്ധ പിതാവേ, തിരുപാദപീഠത്തിൽ ഞങ്ങൾ ആശ്രയിക്കും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഇന്നുപോൽ കാലം യേശുവിൻ്റെ ശബ്ദം നല്ല വാർത്തയായി, നല്ല ഓഹരിയായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിനായി ആത്മാവ് ഞങ്ങളോട് ഇടപെടണം. ഒരു പുതിയ ശക്തി, പുതിയ ബലവും ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനത്തിന് ബന്ധനമില്ലല്ലോ, ബന്ധിപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ നിറയ്ക്കണം. കർത്താവേ, വൈകുന്നേരത്തുള്ളതായ ഹല്ലേലൂയ ടീമിന്റെ കൺവെൻഷൻ അനുഗ്രഹിക്കണം. ശുശ്രൂഷിക്കേണ്ട അങ്ങനെ ദാസനെ ദൈവം ബലപ്പെടുത്തണം. ഈ സമയം ക്രൂശിനെ പറയും മറക്കി തിരുസാന്നിധ്യം ആത്മാവിടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരം ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. പക്ഷെ ആ ഭാഗം ഞാൻ വീണ്ടും എനിക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് ഞാൻ ബൈബിൾ ഇങ്ങനെ മറിച്ച് കർത്താവേ, ഇന്നുപോലെ കാലം എന്താണ് ചിന്തിക്കാനൊക്കെ വേണം, ദൈവത്തിൻ്റെ ആലോചന എന്താണ് വളരെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് രാത്രി എനിക്ക് തന്നൊരു പ്രത്യേക ദൂതാണ് ഈ ഭാഗം. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം വായിച്ചപ്പോൾ ഇതുവരെ എനിക്ക് കണ്ണിപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ അവിടെ വീണ്ടും അവിടെ വായിപ്പാനിടയായി. നമ്മൾ ബൈബിൾ ധാരാളം പ്രാവശ്യം വായിക്കും, പക്ഷേ എത്ര വായിച്ചാലും കണ്ണിപ്പെടാതെ മറിഞ്ഞു കിടക്കുന്ന പൊരുളുകൾ അതിനകത്തുണ്ടാകും. നമ്മുടെ വിഷയം ശൗൽ കാഴ്ച പ്രാപിച്ചപ്പോൾ തനിക്കുണ്ടായ ചില പുതിയ അനുഭവം. ആത്മീയത്തിൽ ശൗൽ ഒരു അജ്ഞാനല്ല, അജ്ഞാനം എന്ന് പറയുവാൻ അജ്ഞതയുടെ അനുഭവമല്ല, ഒരു ജ്ഞാനിയാണ് ശൗൽ. ബൈബിളിനെ കുറിച്ച്, യെരൂശലേം സഭയെ കുറിച്ചും എല്ലാ കാര്യവും എനിക്കറിയാം. തന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത്രമാത്രം അറിവുള്ള മനുഷ്യനാണ്. പക്ഷേ തന്റെ മേൽ അജ്ഞതയെന്ന, അറിവില്ലായ്മയെന്ന ഒരു മൂടുപടം തന്റെ മേൽ വീട് കിടന്നത് താൻ അറിവില്ല. പാരമ്പര്യത്തിന്റെ മൂടുപടം തന്നെ മൂടിയിരുന്നു. അതോടൊപ്പം യഥാർത്ഥമായ ദൈവിക സാന്നിധ്യവും ദൈവിക സന്ദേശവും എന്തെന്നറിയാതെ തന്നെ മൂടിയിരുന്ന അജ്ഞതയെന്ന, അറിവില്ലായ്മ എന്ന ഒരു പുതപ്പ് തന്റെ പേരുണ്ടായി. നമുക്ക് ആ ഭാഗത്തിന്റെ ഒരു വിശദീകരണത്തോട് പിന്നീട് വന്നുള്ള
നമുക്കങ്ങനെ 9-ാം അധ്യായത്തില് അതിന്റെ 1 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശൗല് വളരെ ശക്തനായി താൻ മുൻപോട്ട് യാത്ര ചെയ്യുക. തനിക്ക് 1 വാക്യം വായിക്കാം. നമുക്ക് നല്ല പരിചയമുള്ള ഭാഗമാണെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്കെതിരായി, എല്ലാത്തിനെതിരായിട്ടല്ല, കർത്താവിന്റെ ശിഷ്യന്മാർ യഥാർത്ഥമായി യേശുവിനെ ഉയർത്തിപ്പിടിപ്പാൻ ആഗ്രഹിക്കുന്നതിനായി ഭീഷണിയും അടുത്ത് കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾ അവനോട് അധികാരപത്രമായി. അവിടുത്തെ പള്ളികൾ അവനോട് അധികാരപത്രമായി. അത് ഇത്രയും നാൾ ബൈബിളിൽ എന്റെ കണ്ണിപ്പെടാത്തൊരു കാര്യമാണ്. ഈ അധികാരപത്രം ശൗലിന് മാത്രമല്ല അധികാരം, അന്നത്തെ പള്ളികൾക്ക് അധികാരം വാങ്ങി. പെന്തക്കോസ്ത് ആരാധനയ്ക്ക് എല്ലാ പള്ളിക്കാരും അനുകൂലമാണ്. വിഗ്രഹാരാധികൾക്ക് പെന്തക്കോസ്ത് ആരാധന യോജിക്കാൻ പറ്റില്ല. കാരണം വേദപുസ്തകം കയ്യിലെടുക്കുന്നുണ്ടെങ്കിലും അതിന് വിരോധമായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങളെ നിർത്തരുത്, അതിനെ കുമ്പിടെങ്കിലോ നമസ്കരിക്കെങ്കിലോ അരുത് എന്ന് പറഞ്ഞ വചനത്തിന് വിരോധമായുള്ള ആരാധനക്കാർക്ക് പെന്തക്കോസ്തിന്റെയും പ്രാർത്ഥനയും ആരാധനയും ഇഷ്ടപ്പെടത്തില്ല. കാരണം ആത്മനിറവിൽ പ്രാർത്ഥിക്കും. ചടങ്ങുപോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർക്കൊരു പേടിയില്ല. ആത്മനിറവിൽ പ്രാർത്ഥിക്കും, ആത്മനിറവിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആരാധനയിൽ നിന്നൊരു ശക്തി പുറത്തു വരും. വേദപുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 12-ആണോ 16-ആണോ സംശയമുണ്ടെങ്കിലും ശിഷ്യന്മാര് അപ്പോസ്തലന്മാര് അർദ്ധരാത്രി കാരാഗൃഹത്തിനകത്ത് അവരാരാധിച്ചു. 12 ആരാധനയുടെ ശബ്ദം കേട്ട കാരാഗൃഹ പ്രമാണി ഉണർന്നു. കാരാഗൃഹത്തിനകത്തുണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. ചില ചങ്ങലകൾ അഴിയുന്നത് ആത്മാവിന്റെ ആരാധനയാണ്. ആത്മാവിന്റെ ആരാധന ഇല്ലാത്തടത്ത് ചങ്ങല മുറുകും. ആത്മാവിന്റെ ആരാധന വെളിപ്പെടുന്നിടത്ത് ചങ്ങല താരയഴി. പ്രാർത്ഥിച്ചവരുടെ മാത്രം ചങ്ങലയല്ല, അപ്പോസ്തലരുടെ കാരാഗൃഹത്തിനകത്ത് ഉണ്ടായിരുന്നവരുടെ ചങ്ങലയായി. എന്തിനാണ് ഇങ്ങനെ അഴിച്ചതറിയോ? പ്രാർത്ഥിക്കാത്തവരുടെ ചില ചങ്ങലയും ചില സമയങ്ങളിൽ താനെ അഴിയാനുള്ള കാരണം എന്താ? ചിലർക്കൊരു പേടി വരും. ആർക്ക്? കാരാഗൃഹ പ്രമാണിക്കൊരു പേടി വരണം. കാരാഗൃഹ പ്രമാണിയുടെ ജോലി നഷ്ടപ്പെടാൻ പോവുക. ജോലി നഷ്ടപ്പെടാനുള്ള കാരണം കാണുമല്ല അപ്പോസ്തലന്റെ ആരാധന ശക്തിയായപ്പോഴ് കാരാഗൃഹം കുലുങ്ങിയത് മാത്രമല്ല, ബന്ധിച്ചിരുന്ന കാരാഗൃഹത്തിനകത്തുള്ള എല്ലാവരും ചങ്ങലായി. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ദൈവനാമത്തിന് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആരാധന ശക്തിയാണ് എന്ന് നമുക്ക് അതിനെ വിശദീകരിച്ച് പറയാം. വചനത്തിൽ
പ്രാധാന്യം അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അതിനകത്തുണ്ടായിരുന്ന കാരാഗ്രഹത്തിലുണ്ടായിരുന്ന മറ്റാരെയും കുറിച്ച് വേദപുസ്തകം ഒന്ന് തൊട്ടു പറയുവാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ അവർ കാരാഗ്രഹപ്പെടുവാണ്. എന്നെ കാരാഗ്രഹ പ്രമാണികളെല്ലാം പറഞ്ഞത് ചില കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവമക്കളെ നിസാരമായി കാണുന്ന, ദൈവദാസന്മാരെ നിസാരമായി കാണുന്ന വിലയില്ലാത്ത സാധനം, അങ്ങനത്തെ ഒരു സ്വഭാവം കാരാഗ്രഹ പ്രമാണികളുണ്ട് ഇന്നുകൊണ്ട് സമൂഹത്തിൽ. സ്തോത്രം. അങ്ങനെ വിലക്കുറച്ച് നിസ്സാരമായി കാണുന്നുണ്ട്. ചിലർ കാണാനുള്ള കാരണം ഉണ്ടാക്കിയിട്ടും കാണുന്നുണ്ട്, ഉണ്ടാക്കാതെയും ശുശ്രൂഷയെ നിസ്സാരമായി, ശുശ്രൂഷയുടെ വിലയെ നിസ്സാരമായി അങ്ങനെ കാണുന്ന ഒരു സ്വഭാവം കാരാഗ്രഹ പ്രമാണിക്കുണ്ടായി. അവർ സ്വർഗം വിചാരിച്ചു കാരാഗ്രഹ പ്രമാണിയെ തന്നെ ഒന്ന് തൊടാം. കാരാഗ്രഹ പ്രമാണി ഓർക്കരിച്ചു. പകലുള്ള ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിടക്ക് അവരഴിച്ച് കാരാഗ്രഹത്തിനോട് കയറി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടുക്കാൻ ആർക്കും കഴിയില്ല.